ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ UK റീൽസ് വിത്ത് അന്നക്കുട്ടി. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി. അപ്പോൾ ഞാനും ചെനക്കുട്ടിനും കൂടെ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് അൽബേനിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കവർ ചെയ്യുന്നത് അൽബേനിയയും മോണ്ടിനീഗ്രോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് അൽബേനിയയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അൽബേനിയ, എ ഹിഡൻ ജെം ഇൻ ദ ഹാർട്ട് ഓഫ് ബാൽക്കൻസ്. ഷിക്പെരിയ എന്നറിയപ്പെടുന്ന ഈ രാജ്യം ചരിത്രത്തിലും സംസ്കാരത്തിലും പ്രകൃതി സൗന്ദര്യത്തിലും സമ്പന്നമാണ്. മോണ്ടിനീഗ്രോ, കൊസോവോ, വടക്കൻ മാക്കഡോണിയ, ഗ്രീസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന അൽബേനിയ അഡ്രിയാറ്റിക് അയോണിയൻ കടലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഹിസ്റ്ററി ക്ലാസ് ആയിട്ട് തോന്നിയോ? പക്ഷേ അൽബേനിയയെക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ചൊക്കെ ഹിസ്റ്ററി അറിയണം കേട്ടോ. അൽബേനിയയുടെ തലസ്ഥാനമായ തിരാനയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരാനയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്കന്ദൻബർഗ് സ്ക്വയർ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ജർജ് കാസ്ട്രിയോട്ടി സ്കന്ദൻബർഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന അൽബേനിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹീറോയുടെ പേരിലാണ് ഈ സ്ക്വയർ അറിയപ്പെടുന്നത്. UK നമുക്ക് ഈസി ആയിട്ടും ചീപ്പായിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ് അൽബേനിയ. ലൂട്ടനിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 3 hours ട്രാവൽ ചെയ്തെത്താൻ പറ്റുന്ന പ്ലേസാണ്. നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു കുഞ്ഞു രാജ്യം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളാണ് അൽബേനിയൻ നഗരങ്ങൾക്കുള്ളത്. നമ്മൾ ചെന്ന സമയത്ത് അവിടുത്തെ വെതർ ആണെങ്കിലും കുറച്ച് സ്പോട്ടുകളൊക്കെ നമ്മുടെ നാടുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിലേക്ക് പോകുന്തോറും അതിൻ്റേതായ തനിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്ന ലേക്കാണ്, പക്ഷേ ഇവർ യൂറോയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് പോയത്. പൗണ്ട് നമ്മൾ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എയർപോർട്ടിലൊക്കെ അത്യാവശ്യം കുറവാണ്. നമ്മൾ ഇവിടുന്ന് ലോക്കലി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ നമുക്ക് അവിടുന്ന് നമ്മൾ യൂറോ കൊടുത്തു കഴിഞ്ഞാൽ അവർ ലേക്കായിട്ട് ബാലൻസ് തരും, അല്ലെങ്കിൽ അവർ യൂറോ ബാലൻസ് തരും. അവർക്ക് യൂറോയും ലേക്കും അത്യാവശ്യം ഓക്കെയാണ്, കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. പൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് കൺവേർഷൻ റേറ്റിന് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ പോയിരിക്കും, നമ്മളൊരു ടീമായിട്ട് ഒരു പാക്കേജിൻ്റെ കൂടെ പോയതുകൊണ്ട് നമുക്ക് ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ പറയാം, ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് സ്കന്ദൻബർഗ് സ്ക്വയർ. ഒട്ടോമൻ എംപയറിനെതിരെയുള്ള പ്രതിരോധ പോരാട്ടത്തിൽ ഒരു കഴിവ് തെളിച്ചൊരു മിലിറ്ററി ഓഫീസറായിരുന്നു സ്കന്ദൻബർഗ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന് സൂചകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുള്ളതും ഈ ഒരു സ്ക്വയറിന് സ്കന്ദൻബർഗ് സ്ക്വയർ എന്ന് പേര് വന്നതും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കുറേ സ്ട്രീറ്റൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ തപ്പി നടന്ന അവസാനം ഫുഡ് എന്തായാലും കണ്ടുപിടിക്കുമല്ലോ. അങ്ങനെ ഫുഡ് കണ്ടുപിടിച്ചു. പക്ഷേ നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഇവിടുന്ന് ചെയ്യാൻ നിന്നില്ല. വേറൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഇവിടെ ചെയ്തില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ജസ്റ്റ് ഈ സിമ്പിളായിട്ട് എടുക്കുമായിരുന്നു. ഇവിടെ വന്നുള്ള പ്രശ്നം എനിക്ക് ഫസ്റ്റ് തോന്നിയത്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പലയിടത്തും നമുക്ക് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. പലയിടത്തും അങ്ങനെയാണ്, ചിലയിടത്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ആ ഒരു ഏരിയയിൽ കൂടെ നടക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന ടൈമിലാണെങ്കിലും ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. UK നിന്നാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ടൂറിസ്റ്റുകളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടാണിത്. ഇതിനെ നമ്മൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പകുതി സ്പോട്ടുകൾ ഹിസ്റ്ററിയുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. പകുതി സ്പോട്ടുകൾ നമുക്ക് ആക്ടിവിറ്റീസുകളാണ്, അതായത് ലൈക്ക് വാട്ടർ സ്പോർട്സ് ആയിട്ടും അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കുറേ കാര്യങ്ങളും ഈ ഒരു സ്പോട്ടിലുണ്ട്. നമ്മൾ ഈ സ്ക്വയറിൽ നിന്നും ഏകദേശം ഒരു 10 to 15 minutes വാക്ക് ചെയ്താൽ എത്തുന്നൊരു സ്ഥലമാണ് ഈ ഒരു പിരമിഡ്. ഇത് 1988 നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ അതൊരു മ്യൂസിയമായിട്ടാണെങ്കിലും പിന്നീട് ഇതൊരു ആർട്ട് ഗാലറി പോലെയായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്റ്റീപ്പായിട്ട് അത്യാവശ്യം സ്റ്റെപ്സ് കയറി എത്തുമ്പോഴേക്കും പിരമിഡിൻ്റെ ടോപ്പിൽ നമുക്ക് എത്താൻ പറ്റും. അവിടെ നിന്ന് നമുക്കൊരു നല്ല അടിപൊളി വ്യൂ ഉണ്ടാവും. അത്യാവശ്യം ഈ ഒരു സിറ്റി അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ ചെന്നാൽ കാണാൻ പറ്റും. അതാട്ടോ ഈ ഒരു പിരമിഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ വ്യൂ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് സറൗണ്ട് ചെയ്തിരിക്കുന്ന മൗണ്ടെയ്ൻസ് എല്ലാം കാണാം. ഈ സിറ്റിയുടെ ഒരുവിധം എല്ലാ കൺസ്ട്രക്ഷനും കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു നമുക്ക് ഈ ഒരു പിരമിഡിൻ്റെ മുകളിൽ ചെന്നപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ പിരമിഡെല്ലാം കയറി ഇറങ്ങി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത സ്പോട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബങ്കാട്ട്. അതായത് 1981 ടൈമിൽ രഹസ്യമായിട്ടുണ്ടാക്കിയ ഒരു അണ്ടർഗ്രൗണ്ട് ഷട്ടറാണിത്.
ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്. ബങ്കർ പ്രൊജക്റ്റ് എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. ഏകദേശം 7 ലക്ഷത്തോളം ബങ്കറുകൾ ഉണ്ടാക്കിയതിൽ ഒരെണ്ണമാണ് ഈ ഒരു ബങ്കർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് അൽബേനിയയുടെ ചരിത്രവും പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തിലെ കുറേ കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ ഒരു ബങ്കറിനകത്ത് കാണാൻ പറ്റുക. പക്ഷേ ഈ ഒരു ബങ്കറിലേക്ക് നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ പേ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ലൊക്കേഷൻ, അതായത് സ്ക്വയറിനോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു മോസ്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മുടെ തേർഡ് ലൊക്കേഷൻ. 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു പള്ളിയാണിത്. 1991 കമ്മ്യൂണിസ്റ്റ് ൻ്റെ ടൈമിൽ ആ ഒരു ഭരണത്തെ മറികടന്നിട്ട് കുറേ പേര്, ഏകദേശം ഒരു 10,000-ഓളം പേര് ഇതിനകത്ത് പ്രവേശിച്ച് അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്ത കുറേ ചരിത്രമൊക്കെ ഈ ഒരു പള്ളിക്ക് പറയാനുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അതിനുശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ട്രീറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സ്ട്രീറ്റിൽ ഓരോരോ കാര്യങ്ങൾ, ഒരുപാട് പ്ലാന്റ്സും, നല്ലൊരു വൈബായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ആട്ടോ തൊട്ടടുത്ത് തന്നെ. ഇതെല്ലാം നമുക്കൊരു 10 മിനിറ്റ്സിൽ നടന്നെത്താൻ പറ്റുന്ന കുറച്ച് സ്പോട്ടുകളാണ്. നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഹറിബറി ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ അല്ലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയിരുന്നു നമ്മുടെ ഈ ഒരു പാക്കേജിൽ. ഈ ഒരു കൺട്രിയുടെ, അല്ലെങ്കിൽ ഈ അൽബേനിയ, മോണ്ടിനീഗ്രോ 2 കൺട്രിയുടെയും അട്രാക്ഷൻ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും, അതായത് എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാർക്കും അട്രാക്റ്റഡ് ആകാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഫാക്ടറി കൺട്രിയിലുണ്ട്. ഒരു പക്ഷേ മൗണ്ടെയിൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഹൈക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ കടലുമായിട്ട് ഇഷ്ടമുള്ളവർക്ക്, അങ്ങനെ എല്ലാ ഇടത്തേക്കും നമുക്ക് ആക്സസ് ഉള്ളൊരു പ്ലേസാണ്. ഒരുപാട് നല്ല സ്പോട്ടുകൾ, കുറച്ച് സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക്, അങ്ങനെ എല്ലാ വൈബ്സും ഈ ഒരു 2 കൺട്രിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാ ആൾക്കാർക്കും ഇൻട്രസ്റ്റഡ് ആവുന്ന കുറേ ഫാക്ടേഴ്സ് കാണാൻ പറ്റി. നമ്മുടെ ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഡേ മുതലേ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പീക്ക് ലെവലായിരുന്നു. അപ്പോൾ ഈ ഒരു കൺട്രിയിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, ഞാനിപ്പോൾ വീഡിയോയിൽ ഡേ 1 മാത്രമാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ 5 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് സുവനയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു €2. അങ്ങനെ അത് വാങ്ങി നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ബസ്സിലേക്ക് കയറിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക്, അതായത് ആക്ച്വലി നമ്മൾ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു, പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ പാക്കേജിൻ്റെ കൂടെ നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ ഇത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ എല്ലായിടത്തേക്കും ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ കണക്റ്റഡ് ആയിട്ട് ഓരോന്നിലേക്ക് അത് ആ ഒരു സ്ഥലം അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആയി ഇത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്ത്. നമ്മൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, എല്ലാവരും എത്തേണ്ടതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ടയേർഡാണ്, നമ്മൾ ഫസ്റ്റ് ഡേ ആണ്, നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു, നമുക്ക് പുതിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വരും വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു.